ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഫോറക്സ് ആൻഡ് ഫണ്ടഡ് അക്കൗണ്ട് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് സ്റ്റാറ്റസ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ പഠിച്ചിരിക്കുന്നത്, ആൻഡ് ഇന്ത്യൻ മാർക്കറ്റാണോ ബെറ്റർ, ഫോറക്സ് മാർക്കറ്റാണോ ബെറ്റർ, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 4 മാസങ്ങൾക്ക് മുൻപാണ്. അതായത് 2025 ജനുവരി 1 എൻ്റെ ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഫിനാൻഷ്യൽ സൊല്യൂഷന് വേണ്ടി അല്ല ഞാൻ ഓപ്പൺ ചെയ്യുന്നത്, ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ഗോൾഡ്, എസ്പെഷ്യലി ഗോൾഡ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അത് ഓപ്പൺ ചെയ്യാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഫോറക്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം, ഞാൻ നോർമലി ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് റെഗുലേഷൻസ് നമുക്ക് ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവുകൾ. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ അതുപോലുള്ള റെഗുലേഷൻസ് മേ ബി വരാം. അപ്പോൾ അതുകൊണ്ട് ഫോറക്സ് മാർക്കറ്റ് ഒന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ ജനുവരിയിൽ ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ടോട്ടൽ 4 അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നത്. അതായത് ഒന്ന് 5% 5% എന്ന് പറഞ്ഞൊരു പ്രോ ഫേമിൻ്റെ 2 ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് ഓപ്പൺ ചെയ്തിരുന്നു. ഒന്ന് ബൂട്ട് ക്യാമ്പ്, ദെൻ ഒന്ന് ഹൈപ്പർ ഗ്രോത്ത്. അതൊരു 1 സ്റ്റെപ്പ് പ്രോഗ്രാമാണ്. ഒരു സ്റ്റെപ്പ് തന്നെ പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിയൽ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടും. അങ്ങനെ 2 അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു പ്രോ ഫേമിൻ്റെ ഫണ്ടർ പ്രോൻ്റെ ഒരു 1 ഫേസ് ചാലഞ്ച് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്ലൂബെറി ഫണ്ടഡ് എന്ന് പറഞ്ഞൊരു പ്രോ ഫേമിൻ്റെ ഒരു ഫണ്ടഡ് അക്കൗണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോ ഫേമിൽ എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പല ആൾക്കാരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഒന്നും എനിക്ക് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 3 പ്രോ ഫേമിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ജനുവരിയിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നോർമലി ഈവനിങ്ങിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ജനുവരിയിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രേഡുകൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ലെവൽസുകൾ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ടെക്നിക്കുകളൊക്കെ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തു. മാക്സിമം ലേൺ ചെയ്തു, ബാക്ക് ടെസ്റ്റ് ചെയ്തു, ലേൺ ചെയ്തു. അങ്ങനെ ഒരു സെറ്റപ്പ് എടുത്ത്, ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് എടുത്തിട്ടാണ് ട്രേഡുകൾ സ്റ്റാർട്ട് ചെയ്തത്. ട്രേഡുകൾ നല്ല രീതിയിൽ തന്നെ പോയി. ഒന്ന് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ഫോക്കസ് അതിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഫോക്കസ് എനിക്ക് അവിടെ കിട്ടി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രേഡുകൾ പോയി. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ മൾട്ടിപ്പിൾ ട്രേഡുകൾ എടുക്കുമായിരുന്നു. ആൻഡ് 5% എടുക്കുന്ന അതേ സമയത്ത് ഫണ്ടർ പോലും എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഫണ്ടർ പോല് ഞാൻ ഫസ്റ്റ് 1 ഫേസ് ചലഞ്ചാണ് എടുത്തുകൊണ്ട് തന്നെ എനിക്കത് ആദ്യത്തെ ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും എനിക്ക് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്യാനും വേണ്ടി പറ്റി. ഫണ്ടർ പ്രോല് 5% ഞാൻ ചെയ്തു. പക്ഷേ അത് ഞാൻ 3 സ്റ്റെപ്പ് പ്രോഗ്രാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 3 ഫേസ് ചലഞ്ചായിരുന്നു. ഓക്കെ, അതിൽ ടാർഗറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഹൈപ്പർ ഗ്രോത്ത് ഞാൻ എടുത്തത് പിന്നീടാണ് എടുത്തിരുന്നത്, ഒരു ജനുവരി 2nd വീക്കിലൊക്കെ. ബട്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ബൂട്ട് ക്യാമ്പിലും അറ്റ് സെയിം ടൈമിൽ ഫണ്ടർ പോലും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫണ്ടർ പോ പാസ് ചെയ്തതിന് ശേഷം ഒരു അക്കൗണ്ട് എനിക്ക് കിട്ടി. അതിൽ നിന്ന് ഞാൻ വീണ്ടും ട്രേഡുകൾ എടുത്തു. എനിക്ക് പ്രോഫിറ്റബിളായി. അതായത് ഏകദേശം ഒരു $750 സംതിങ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഞാൻ ചെയ്തത് ക്രിപ്റ്റോ കറൻസി ത്രൂ ആണ്. അതാണ് കുറച്ചുകൂടി സേഫ്. അപ്പോൾ ഒരു നോൺ FIU രജിസ്റ്റേർഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലോട്ട് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഞാൻ വിഡ്രോ ചെയ്തു. ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. അതെനിക്ക് INRലോട്ട് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അങ്ങനെ ഞാൻ ട്രേഡുകൾ എടുത്തു, കൺസിഡർ ചെയ്തു. ദെൻ വീണ്ടും ഇത് ഓക്കെ ആയി, ഫണ്ടർ പേയ്മെൻറ്റ് ഓക്കെ. എനിക്ക് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ ഡിലേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഡെയിലി പേ ഔട്ട് സംതിങ് ആണ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഡെയിലി ആണോ വീക്ക്ലി ആണോ എന്ന് ഓർമ്മയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്തു. അതായത് ആ ഒരു കിട്ടിയ പ്രോഫിറ്റ് ക്രിപ്റ്റോ കറൻസി പ്രോഫിറ്റാണ്. ആ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ട് ഞാൻ വീണ്ടും ഈ ഒരു പർച്ചേസ് ചെയ്തു. ഈ ഒരു ഏകദേശം ഒരു $260 സംതിങ് ഉള്ള ഇത് ഞാൻ 5% ഞാൻ പർച്ചേസ് ചെയ്തു. അതിനുശേഷം ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്തു. ആൻഡ് സ്ലോലി പഠിക്കാനൊക്കെ തുടങ്ങി. പിന്നീട് മാർക്കറ്റ് ഹൈലി വൊളാറ്റൽ മാർക്കറ്റ് വന്നു. അതായത് ഗോൾഡിൽ ഓൾ ടൈം ഹൈയിൽ എത്തുന്ന സമയത്ത് സഡൻ ക്വിക്ക് മൂവ്മെൻറ്റുകളൊക്കെ വന്നു.
അങ്ങനെ ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നു ആൻഡ് ഓക്കെ അതൊക്കെ മാനേജബിൾ ആയിരുന്നു. പിന്നീട് ഏതോ ഒരു സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലോട്ട് കടന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ബഡ്ജറ്റിന് ശേഷം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ വരാൻ തുടങ്ങി. അപ്പം എൻ്റെ ഫുള്ളി ഫോക്കസ്ഡ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോയി. പിന്നെ അതുകൂടാതെ ഈവനിങ് ടൈമിൽ എനിക്ക് അത്ര ടൈം കൂടി ഉണ്ടായിരുന്നില്ല ഏത് ഫോറക്സ് വാച്ച് ചെയ്യാനും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ഫെയിലായത് ഫെബ്രുവരിയിലാണ്. അത് ഞാൻ ഫെയിലായത് ഏകദേശം ഈ ഒരു $260 സംതിങ്ങുള്ള ഈ ഒരു അക്കൗണ്ട് ഞാനൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ചെറിയ തിരക്കുകൾ കൊണ്ട് ഞാനത് മറന്നുപോയി. പിന്നീട് ഞാൻ ആ ഒരു ട്രേഡ് എടുത്ത കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഓക്കെ, കാരണം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഓക്കെ നമ്മൾ ഡേയിൽ വരുന്നു, നമ്മളൊരു ജോലി പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഫോറക്സിൽ ഈവനിങ്ങിൽ വന്ന സമയത്ത് ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി, വേറെ എന്തിലോ ഞാൻ എൻഗേജ്ഡ് ആയിപ്പോയി. അതിനുശേഷം അന്ന് വലിയ മൂവ്മെൻറ്റ് എന്തോ തന്നിരുന്നു. അതിനുശേഷം ഞാൻ മൂവ്മെൻറ്റ് തന്നിരുന്നു മാത്രമല്ല, ഞാൻ അത്യാവശ്യം ലിവറേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു റൂൾസ് ഞാൻ വയലേറ്റ് ചെയ്തു ആൻഡ് എനിക്ക് ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ലോസ് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ ഇതിന് വലിയ സമയമൊന്നും വന്നിട്ടില്ല. എനിക്കൊന്ന് 1-2 ട്രേഡുകളിൽ തന്നെ എനിക്കത് നഷ്ടം വന്നു. അത് മെയിൻ കാരണം ഞാൻ തന്നെയാണ്. ഓക്കെ, ഞാനത് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്, സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഈ ഒരു ലോസ് ആയ ഒരു അക്കൗണ്ട്. ആൻഡ് അതിനുശേഷം വീണ്ടും ട്രേഡുകൾ പലപ്പോഴും സമയം കിട്ടുന്ന സമയത്ത് ചെയ്യും. എനിക്ക് ആ ഒരു ഫോക്കസ് എനിക്ക് നഷ്ടപ്പെട്ടു, കാരണം സമയക്കുറവും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ. പിന്നീട് ഞാൻ ഫോറക്സ് കറൻസി പെയർസിലേക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ഗോൾഡിൽ ചെയ്തു, അതിനുശേഷം കറൻസി പെയർ, ഈ ഒരു യൂറോ USD UR കറൻസി പെയർ ഉണ്ടല്ലോ, അതിൽ ചെയ്തു. അങ്ങനെ ഫണ്ടർ പോലെ ഞാൻ ചെയ്ത സമയത്ത് ഏതോ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ അക്കൗണ്ട് എനിക്ക് പിന്നീട് അത് ലോഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ ഞാൻ പിന്നീട് കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്ത സമയത്താണ് അവർ പറഞ്ഞത്, നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു, ഫെയിലായി എന്നുള്ളത്. അപ്പോൾ അതിന് റീസൺ പറഞ്ഞത്, അത് ന്യൂസ് ബേസ്ഡ് ട്രേഡുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ഹിഡൻ റൂളോ സംതിങ് ഉണ്ട്. അതെനിക്കറിയില്ലായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്തു. അതിലെന്തോ നഷ്ടങ്ങൾ വന്നിട്ട് അത് ബാൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ ഫണ്ടർ പ്രോ എന്ന് പറഞ്ഞ അക്കൗണ്ടും എനിക്ക് നഷ്ടം വന്നു, ക്യാൻസൽ ചെയ്തു. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ, ഏത് ഫേംസിൻ്റെയാണ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് നോക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്കത് അവരുടെ വെബ്സൈറ്റിൽ കണ്ടില്ലെങ്കിൽ, നിങ്ങൾ കസ്റ്റമർ കെയറിലോ വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം, കറക്റ്റായിട്ട് വായിച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് റൂൾസ് ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ചില ബ്രോക്കേഴ്സിന്, ചില ഫേംസിന് ഹിഡൻ റൂൾസുകളുണ്ട്, അത് ഉള്ളതാണ്. കാരണം എസ്പെഷ്യലി എൻ്റെ ഈ ഒരു ഫണ്ടർ പോയിൻ്റ് അക്കൗണ്ട് പാസ് ചെയ്ത അക്കൗണ്ടാണ്. ഓക്കെ, നോർമലി എനിക്കൊന്ന് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫേംസ് പല റൂൾസും കൊണ്ടുവന്നിട്ട് നമുക്ക് നഷ്ടം വരുത്തുന്നത്. ഓക്കെ, എനിവേ ഞാൻ അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അത് നഷ്ടം വന്നു. ഓക്കെ, ഈവൻ ഞാനത് കറക്റ്റായിട്ട് നോക്കാത്തതുകൊണ്ടായിരിക്കാം, അതും എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് മാർക്കറ്റിന് എസ്പെഷ്യലി ഗോൾഡിൻ്റെ ചാർട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി നോക്കി. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പുകളുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കലാണ് പിന്നീട് എൻ്റെ ഒരു അതായത് ഞാൻ അധികം ട്രേഡുകൾ എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ബട്ട് മാക്സിമം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി, എത്ര റിസ്ക് റിവാർഡ് വേണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ നോർമലി ഫോളോ ചെയ്യുന്നത് 1:1 മിനിമം. ബട്ട് അതുപോലെയല്ല, നമുക്ക് ഇപ്പം ഗോൾഡിൻ്റെ ചാർട്ട് വരുന്ന സമയത്ത് അത് 24 അവർ ഓപ്പൺ ആണ്. നമുക്ക് അതായത് ഹൈ റിസ്ക് റിവാർഡ് തരുന്ന സെറ്റപ്പുകളുണ്ട്. 1:3, 1:4, 1:5 തരുന്ന സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അതേ സെറ്റപ്പുകൾ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ സെറ്റപ്പുകൾ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സോ മിനിമം 1:2 എന്ന രീതിയിൽ ഫോളോ ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചെടുത്തു. അതായത് ആദ്യത്തെ 2 മാസം കൊണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഫോറക്സ് മാർക്കറ്റിൽ ന്യൂ ആണ്, പുതിയതാണ്, എനിക്ക് ഒരുപാട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അത് എനിക്ക് ഏകദേശം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ആ ഒരു എഫോർട്ട് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, അതിനുശേഷം ചെറിയ ട്രേഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് പിന്നെ ഈ ഒരു ബ്ലൂബെറി ഫണ്ടഡ് എന്നുള്ളത്, അത് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ അത് ആക്റ്റീവാണ്. ഞാനതിൽ വളരെ കുറച്ച് ട്രേഡുകൾ എടുക്കുകയുള്ളൂ. ഇതിൽ ഒരു റൂളുണ്ട്, നമ്മൾ 30 ദിവസം ട്രേഡ് എടുത്തില്ലെങ്കിൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. അപ്പോൾ ഞാൻ ഒരു മാസത്തിൽ 1-2 ട്രേഡുകൾ എടുത്ത് ജസ്റ്റ് ആക്റ്റീവായിട്ട് വെക്കും ഈ ഒരു ബ്ലൂബെറി ഫണ്ടഡിൻ്റെ ഒരു ഫേം. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇപ്പോഴും ഉണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇടയ്ക്ക് പോലെ ട്രേഡുകൾ എടുക്കും. ഓക്കെ,
അതുകൂടാതെ ഞാൻ ഈ ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു അക്കൗണ്ട് കൂടി ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഹൈപ്പർ ഗ്രോത്ത് എന്നുള്ളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി എനിക്ക് ഈ ഒരു ഫണ്ടർ പ്രോയിൽ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിമൈനിങ് ക്യാഷ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു 3 ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ അത് ആക്റ്റീവാണ് ആൻഡ് ഓൾറെഡി അത് പാസ് ആവാനായിട്ടുണ്ട് നിയർലി. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ജേണി. ടോട്ടൽ 4 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തതിൽ ഏകദേശം 2 എണ്ണം ഫെയിൽ ചെയ്തു. ആ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ 2 എണ്ണം ആക്റ്റീവാണ്, റൈറ്റ്. അപ്പോൾ അതിലാണ് ഇപ്പം ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് ആൻഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രേഡുകൾ എടുക്കണം എന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ സജഷൻ, റൈറ്റ്. ഇപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് ഫോറക്സ് ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പം XNS ഉണ്ട്, അതൊരു എക്സ്ചേഞ്ചാണ്, ഒരു ബ്രോക്കറാണ്, ഒരു നല്ലൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി അതിൽ ട്രേഡ് ചെയ്യുന്നതിന് പകരം, അതായത് ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്യാഷ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിന് പകരം എൻ്റെ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി, ഇന്ത്യൻ മാർക്കറ്റാണോ ഫോറക്സ് അല്ലെങ്കിൽ ഗോൾഡ്, ആ മാർക്കറ്റാണോ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫോറക്സ് തന്നെയാണ് ബെറ്റർ. അതിന് പല റീസൺ ഉണ്ട്. ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി എല്ലാവരും ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ്, ഓപ്ഷൻ ബൈയിങ്ങിലാണ്. ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരുപാട് സ്കില്ല് നമുക്ക് ആവശ്യമാണ്. സഡൻ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും, പ്രീമിയം DK, അടിക്കടി വരുന്ന റൂൾസ് ചേഞ്ചുകൾ, ലോഡ് സൈസ് ചേഞ്ചുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലി ഒരു ബിഗിനിങ് സംബന്ധിച്ചിട്ട് കുറച്ച് മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ആസ് എ ഫോറക്സ് ട്രേഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് വലിയ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് നമുക്ക് അവിടെ ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ ബൈയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 50K ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഡിമാറ്റ് അക്കൗണ്ടിൽ ഇടും, ട്രേഡുകൾ കൺസിഡർ ചെയ്യും, നഷ്ടങ്ങൾ വരുത്തും, പിന്നീട് നമുക്ക് ചെയ്യാൻ ക്യാപിറ്റൽ ഉണ്ടാകില്ല. അതാണ് പല ആൾക്കാരുടെ അവസ്ഥ. ബട്ട് ഫോറക്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 50K ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10K യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 10K ഒന്നും വരത്തില്ലെന്ന് തോന്നുന്നു. ചില ഫേംസൊക്കെ എനിക്കൊന്ന് 5K ഉണ്ട്. ഓക്കെ, ഞാൻ ആവറേജ് പറഞ്ഞാണ്. അപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പ്രോഫിറ്റ് എടുക്കുക എന്നല്ല, പഠിക്കാം, പ്രാക്ടിക്കലായിട്ട് പഠിക്കാം. അവരുടേതായിട്ട് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മാർക്കറ്റിനെ പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഫോറക്സിലോട്ട് വരുവാണെങ്കിൽ നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക, മാർക്കറ്റ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈമിൽ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് വിഡ്രോ പോസിബിളാണ്. ക്രിപ്റ്റോ കറൻസി വിഡ്രോ പോസിബിളാണ്. ഈവൻ INRൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. അത്ര ഈസി ഒന്നുമല്ല. ഇന്ത്യൻ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന കുറച്ച് ഈസിയാണ്, ബട്ട് അങ്ങനെ ഈസി ഒന്നുമല്ല. സ്റ്റിൽ 90% ആൾക്കാരും ഫെയിൽ ചെയ്യുന്നത് തന്നെയാണ് ഫോറക്സ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ് എൻ്റെ സജഷൻ. നിങ്ങൾ റിയൽ എമൗണ്ടിൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ എമൗണ്ട്, നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് തന്നെ നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ യൂസ് ചെയ്തിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലീഗാലിറ്റി നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ലീഗലല്ല ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, ബട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും എല്ലാവരും ട്രേഡ് ചെയ്തതും വിഡ്രോ ചെയ്യുന്നതൊക്കെ ഒരു ലൂപ്പ് ഹോൾ പ്രകാരമാണ്, അല്ലെ, ചെറിയ ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ പ്രകാരമാണ് ഫണ്ട് ട്രാൻസാക്ഷനും വിഡ്രോവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് അതിനോട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കിപ്പോൾ വലിയ എമൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന വലിയ പ്രോഫിറ്റൊക്കെ വിഡ്രോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വരിക. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു സജഷൻ, അല്ലെ, നിങ്ങൾ ചെറിയ എമൗണ്ടിൽ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, സോ ഇതാണ് ഇപ്പം എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പറയേണ്ട കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എൻ്റെ ഫണ്ടഡ് ജേണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെയുള്ളതാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഗോൾഡ് ട്രേഡ് ചെയ്യാം, ഗോൾഡിൻ്റെ ലോഡ് സൈസ് കാര്യങ്ങൾ പഠിച്ചു, ഗോൾഡിൽ എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ബിഹേവ് ചെയ്യുന്നത് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ, ഒരു റെസിസ്റ്റൻസ് റിവേഴ്സിൽ വരുവാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യാം ആ കാര്യങ്ങൾ പഠിച്ചു, റൈറ്റ്. അതിൻ്റെ ഒരു ക്യാരക്ടർ ഓൾമോസ്റ്റ് പഠിച്ചു, റൈറ്റ്. ക്യാരക്ടർ മീൻസ് നമുക്ക് എല്ലാ ഇപ്പം പല സ്റ്റോക്കിനും പല രീതിയിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യുന്ന പോലെയാണോ നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യുന്നത്? അല്ല, ഡിഫറെൻ്റ് ഉണ്ട്.
അതിൻ്റെ പ്രീമിയത്തിനും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അതുപോലെയാണോ സെൻസെക്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്? അല്ല. അതുപോലെ തന്നെ ഗോൾഡിനും ഒരു ക്യാരക്ടർ സംതിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കണമെങ്കിൽ അത് പ്രാക്ടിക്കൽ നോളജാണ്. ഒരിക്കലും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഡ്രൈവിംഗ് പോലെയാണ് അല്ലേ, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാരക്ടർ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മന്തെങ്കിലും സ്പെൻഡ് ചെയ്യണം. അതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. ഞാൻ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വീഡിയോ എന്താ ഇപ്പോൾ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ളൊരു ഉത്തരം ഇത് തന്നെയാണ്. ഞാൻ ലേണിംഗ് സ്റ്റേജിലാണ്. ഞാനത് പഠിച്ച് കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയതിനു ശേഷമേ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പം ഈ ഒരു 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഇനി ഒരുപാട് വീഡിയോസ് ഫോറക്സിനെ പറ്റി വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ ലൈവ് ട്രേഡ് വരുന്നുണ്ട്. ദെൻ എന്തൊക്കെയാണ് ബെറ്റർ ടെക്നിക്കൽ അനാലിസിസ്, എന്തൊക്കെയാണ് സ്ട്രാറ്റജി, ഏതൊക്കെ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സ്കാൾപ്പിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം, ആൻഡ് ന്യൂസ് ബേസ്ഡ് എങ്ങനെ ട്രേഡുകൾ ചെയ്യാം, റൈറ്റ്. ഗോൾഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരെയൊക്കെ ഫോളോ ചെയ്യണം, റൈറ്റ്. നമുക്കറിയാം ഗ്ലോബൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെ ഫോളോ ചെയ്യണം. ദെൻ കറൻസി പെയർ ഏതാണ് ബെറ്റർ, കറൻസി പെയറിൻ്റെ ലോട്ട് സൈസ്, ഏത് സ്ട്രാറ്റജിയാണ് അതിൽ ബെറ്റർ, ഏത് ടൈമാണ് ട്രേഡ് ചെയ്യാൻ ബെറ്റർ. ഈ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക. ഓക്കെ. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ.